വളരെ ഗംഭീര ഐഡിയ തന്നെയാണ്. അതായത് നിങ്ങൾ ആ വേദനയെ മനസ്സിലാക്കിയ ഒരു രീതി ഉണ്ടല്ലോ, അതുകൊണ്ട് അതിന്റെ സൊല്യൂഷനും നിങ്ങൾ കണ്ടെത്തി. എന്തായാലും നിങ്ങൾ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഇതിന്റെ ട്രയലും എടുത്തു കാണുമല്ലോ. ഏറ്റവും ആദ്യം ആരുടെ മേലാണ് ട്രയൽ ചെയ്തത്? അവരുടെ ഫീഡ്ബാക്ക് എന്തായിരുന്നു? അതായത് ഈ ഒരു പ്രോഡക്റ്റ് ഇതിന്റെ പുറകിൽ മനോഹരമായ ഒരു ലവ് സ്റ്റോറി ഉണ്ട്. ഞാൻ ഈ പ്രോഡക്റ്റ് ആക്ച്വലി ഉണ്ടാക്കിയത് എൻ്റെ ഗേൾ ഫ്രണ്ടിന് വേണ്ടിയാണ്. ഒരു ദിവസം രാത്രി ഒരു 2-2:30 മണിയായി കാണും. എനിക്കൊരു ഫോൺ കോൾ വന്നു. ഞാൻ ഉറങ്ങുമായിരുന്നു. ആകെ പേടിച്ചിട്ടുള്ള ഒരു വിളിയായിരുന്നു. അപ്പോ എന്റെ ഭാഗത്ത് എന്താ പ്രശ്നം ഉണ്ടായെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെയാണ് എനിക്ക് കാര്യങ്ങൾ മനസ്സിലായത്. അതായത് ഇതിന്റെ ഹീറ്റിംഗ് ഉണ്ടല്ലോ, അത് കുറച്ച് കൂടുതലായി പോയിരുന്നു. അവളുടെ ശരീരത്തിന് സ്കിന്നിന് പൊള്ളലേറ്റു. ഒരു വശത്ത് പീരിയഡ്സിന്റെ വേദനയുണ്ട്, അതിന്റെ കൂടുതൽ ഇതിന്റെ വകയെ ഒരു പൊള്ളല്. യുഎസിലെങ്ങാനും ഇത് കൊടുത്താ നിങ്ങളുടെ പേരിൽ കേസ് എടുക്കും. അപ്പോൾ അങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. പിന്നെ ഞാനത് റിസോൾവ് ചെയ്തു. മൊത്തത്തിൽ ഫിക്സ് ചെയ്തു, ഫ്യൂസ് പിടിപ്പിച്ചു, അങ്ങനെ കുറെ ഇംപ്ലിമെന്റ് ചെയ്ത് ശരിയാക്കി. അങ്ങനെ പ്രോഡക്റ്റ് സ്റ്റേബിൾ ആയി. അതിനുശേഷം ഞാനത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. എന്നിട്ടും ആ കുട്ടി ടെസ്റ്റ് ചെയ്യാൻ റെഡിയായോ? ആക്ച്വലി അവൾക്ക് പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും പിന്നെ നിർബന്ധം സഹിക്കാതെ അവൾ അതിന് റെഡിയായി. അങ്ങനെ സംഗതി വിജയിക്കുകയും ചെയ്തു. അപ്പോഴാണ് അടുത്തൊരു ചാലഞ്ച് വരുന്നത്. ഇനി ഇതിന്റെ പ്രൊഡക്ഷൻ എങ്ങനെ ചെയ്യും? അതായത് പ്രൊഡക്ഷൻ ചെയ്യണമെങ്കിൽ പ്രൊഡക്ഷൻ ഹൗസ് വേണ്ടേ? അതെ. എംപ്ലോയീസ്, അവരുടെ സാലറി, പിന്നെ എക്യുപ്മെന്റ്സ്, അതിനെവിടെ പൈസ? ഞാൻ കുറച്ച് ബുദ്ധി പ്രയോഗിച്ചു. എന്താ ചെയ്തെന്ന് വെച്ചാൽ ആളുകൾക്ക് കുറച്ച് ട്രെയിനിങ് കൊടുക്കാൻ തുടങ്ങി. ഇതിനെങ്ങനെ ഉണ്ടാക്കുമെന്നൊക്കെ. ഉദാഹരണത്തിന് കോളേജ് പഠിക്കുന്ന സ്റ്റുഡന്റ് ആയിരിക്കും, അവൻ പാർട്ട് ടൈമിൽ ജോലി ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടാവും. അപ്പൊ അവന് എക്യുപ്മെന്റ് വാങ്ങി കൈ കൊടുത്തു. റോ മെറ്റീരിയൽ വേണം, അതും അവന് വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ അവൻ എന്ത് ചെയ്യുന്നു, ഇതിന്റെ ഇന്റർണൽ പാഡ് ഉണ്ടല്ലോ, അത് അവൻ ഉണ്ടാക്കി തന്നു. അപ്പൊ ഞാൻ അവന് പാർട്ടായിട്ട് പേയ്മെന്റ് കൊടുത്തു. അപ്പൊ എനിക്ക് സാലറിയോ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ആ രീതിയിൽ പ്രോഡക്ട്സ് ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ ഒരു വിധത്തിൽ കാര്യങ്ങൾ ശരിയായി വന്നു. ഒരു 2 ലക്ഷത്തിനുള്ളിൽ കഥ കഴിഞ്ഞു. ഇങ്ങനെയാണ് റിയൽ ഇന്നോവേഷൻസ് നടക്കുന്നത്. ഒരു വഴി കണ്ടെത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഏത് വിധേനയും നമ്മൾ കണ്ടെത്തും. പ്രിയങ്ക മാഡം, ആദ്യം നിങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഞാനൊന്ന് വന്ന പ്രോഡക്റ്റ് അപ്പോൾ നിങ്ങളുടെ ആസ്ക് എത്രയാണെന്ന് ഒന്നുകൂടി പറയാൻ പറ്റുമോ? ഞങ്ങൾക്ക് ആവശ്യം 60 lakhs ഫോർ കൺവെർട്ടബിൾ ഈക്വിറ്റി. ടൈറ്റൻസിനോട് ബാക്കി കൂടി പറയൂ. അതായത് നിങ്ങൾ 60 വാങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ അത് എവിടെയാണ് ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് ഉപയോഗിക്കുക? ആളുകളെ ഹയർ ചെയ്യേണ്ടി വരും, എക്യുപ്മെന്റ്സ് വാങ്ങിക്കേണ്ടി വരും. മാസ് പ്രൊഡക്ഷന് വേണ്ടിയാണ് ഞങ്ങളിതിപ്പോൾ ചോദിക്കുന്നത്. പിന്നെ കൺവെർട്ടബിൾ ഈക്വിറ്റി ആയിട്ടാണ് ചോദിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് ചോദിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇതിന്റെ പ്രത്യേക വാല്യൂഷൻ ഒന്നും പറയാൻ പറ്റിയ അവസ്ഥയിലല്ല. കാരണം ഇതുവരെ സെയിൽസ് ഒന്നും ആയിട്ടില്ല, ലിസ്റ്റഡ് ആവാൻ പോകുന്നല്ലേ ഉള്ളൂ. ഒരു ബെൽറ്റിന്റെ വില എത്രയായിരിക്കും? 1,999. 2 വർഷമായിട്ട് ഇതിന്മേൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫൈനൽ പ്രൊഡക്റ്റുമായി അതിന് ടെസ്റ്റും കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ കമ്പനി രജിസ്റ്ററും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് കാരണം പ്രൊഡക്ഷൻ വിശ്വസിക്കാൻ പറ്റാതെ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട് എന്താണ്. വെരി ഗുഡ്, വെരി ഗുഡ്. amazing. വെൽ സർ.